ഇത്രയും കാശൊക്കെ വെച്ചിട്ട് ധൈര്യത്തിൽ ഞങ്ങൾ കടടയ്ക്കാണല്ലോ പോവാ അല്ലേ? അതന്നെ ഇതൊക്കെ സ്ട്രീറ്റാ കടിയൊക്കെയാ. അതപ്പുറത്തുള്ള ഇതൊക്കെ ഞങ്ങള് മൂന്നാളും കൂടിയിട്ട് ഒരു നൈറ്റ് വാക്കിങ് ഇറങ്ങിയതാ. രാത്രി സമയം എത്രയായിരുന്നു മൊബൈലില്? ഏകദേശം സമയം 11:15 പോരാ. 11:30 സമയമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ജെട്ടിയിലേക്ക് ഇവിടെ നടക്കാൻ ഇറങ്ങിയതാ. ഇവിടെ രാത്രിയാണ് എല്ലാവരും ഇറങ്ങുക. റംസാനായ കാരണം കൊണ്ട് എല്ലാ കുട്ടികളും ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്ന് കുറച്ച് ചെറിയ തട്ടുകട സെറ്റപ്പൊക്കെ ഉണ്ട്. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഫാമിലി ആയിട്ട് അവിടെ വന്നിട്ടുള്ളത്. വളരെ ചെറിയ കുട്ടികളെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ ജനിച്ചിട്ട് 3 മാസമായിട്ടുള്ള തന്നെ വരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും നല്ല കളിയിലാട്ടോ. അതാണ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതുപോലെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ഇറങ്ങുന്ന പിള്ളേരുണ്ട്. പിന്നെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ വന്നവർ. ഇത് മറ്റേ കവരത്തി ജെട്ടിയാട്ടോ. ഈ കവരത്തി ജെട്ടിയിലാട്ടോ ഞങ്ങൾ ബസ്സിൽ വന്നിറങ്ങിയത്. കവരത്തിയിലേക്ക് വലിയ ഷിപ്പ് ഇറക്കണത് ഈസ്റ്റേൺ ജെട്ടിയിലാണ്. ഇത് കവരത്തിൻ്റെ, ഇത് വെസ്റ്റേൺ ജെട്ടിയിലാണ്. ഇത് വെസ്റ്റേൺ ജെട്ടി. ഇവിടെയാണ് വെസലൊക്കെ വരാം. വെസൽ എന്ന് പറഞ്ഞാൽ വലിയ സ്പീഡ് ബോട്ട്. ഇപ്പം 150 പേരൊക്കെ കൊണ്ടുപോകണം. ഞങ്ങളതിലാണ് വന്നത്. ഇത് കോസ്റ്റൽ സെക്യൂരിറ്റി പോലീസിൻ്റെ ബോട്ടാട്ടോ. ഈ കാണുന്നത് ഇരട്ടത്ത് കാണാറുണ്ടാവാ. അതന്നെ. പിന്നെ കുറേ ചെറിയ ചെറിയ മീൻ പിടിക്കാൻ പോണ ബോട്ടുകളാണ് അതൊക്കെ. വ്യക്തി ബോട്ടുകൾ. ഇത് കൽപ്പറ്റി ദ്വീപിൻ്റെ ഷിപ്പാണ് കേട്ടോ. ഇത് ചെറിയ ഷിപ്പ്. ഇതാണ് വലിയ വെസല്. ഈ വെസലിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. നാളെ ഇത് ശരിക്കും ചെറിയൊരു ഷിപ്പാണല്ലേ? ചെറിയൊരു ഷിപ്പ് തന്നെ. ഒരു 150 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഷിപ്പ്, യാത്രാ ഷിപ്പ്. ഇതിലാണ് നാളെ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇതൊരു മറ്റേ ചരക്കൊക്കെ കൊണ്ടുവന്ന ഒരു വലിയ ഷിപ്പാട്ടോ. ഇതിൻ്റെ പേര് ഉബൈദുള്ളതാ. ഇതിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പച്ചക്കറി, ഫ്രൂട്ട്സൊക്കെ, സ്റ്റേഷനറിയൊക്കെ കൊണ്ടുവന്ന് ദ്വീപിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ചെറിയ ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റിയിട്ട് ദ്വീപിനുള്ളിലേക്ക് കൊണ്ടുപോകും. ഈ കാണുന്നതാണ് കേട്ടോ പെട്രോളിയം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദ്വീപിലേക്ക്, പെട്രോൾ പമ്പിലേക്ക് പെട്രോളിയം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ. ഇത് ഷിപ്പിൽ പെട്രോളിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ദ്വീപിലുള്ള പെട്രോൾ പമ്പിൻ്റെ അപ്പോൾ ടാങ്കിലേക്ക് ഇതിലൂടെ പാസ് ചെയ്യിപ്പിക്കും. ഇത് പുതിയതായിട്ട് പണിത് നമ്മുടെ 8 ദിവസമായിട്ടുള്ള അവിടെ ദ്വീപിൽ പമ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഇന്നിപ്പോൾ 9-ാം തീയതി 3-ാം മാസം 2022. അപ്പോൾ 8 ദിവസമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരേ ഒരു വട്ടം മാത്രമാണ് ഇതിൻ്റെ കൊച്ചിയിൽ നിന്ന് ഷിപ്പിൽ വന്നിട്ട് ഈ വഴിക്ക് എണ്ണ പാസ് ചെയ്തിട്ട് നമ്മുടെ നാളെ അകലെ കാണാൻ പറ്റും. ഓഫ്റോഡ് അത്ര കാണാൻ പറ്റും. വലിയ ടാങ്കുകൾ പണിതിട്ടുണ്ട് അവിടെ ഡീസലും പെട്രോളും ശേഖരിക്കാൻ. പക്ഷെ ഒരേ ഒരു വട്ടം മാത്രമേ കൊച്ചിയിൽ നിന്ന് ഷിപ്പിൽ എണ്ണ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ അതായിരിക്കും കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടെ ഉള്ളത് പറഞ്ഞത്. ഇവിടുത്തെ എണ്ണ കഴിഞ്ഞിട്ടുമില്ല. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും പമ്പിലേക്ക്. അതുവരെ ഇങ്ങനെ പൈപ്പുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ഇവിടെ ഇരിച്ചിട്ടുണ്ട് പെട്രോളിയം. ഇന്നലെ പറഞ്ഞിരുന്നു ആളെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. ഇതേ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എന്നാ ഷിപ്പ് വരാം? അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇപ്പം ഇത് എത്ര എത്തും? ആദ്യത്തെ ഷിപ്പ് വന്നപ്പോൾ ഇതിന് പ്രോബ്ലം ഉണ്ടായിരുന്നോ? എന്തായിരുന്നു പ്ലാനിൻ്റെ ഉദാഹരണം? 8 ദിവസമായിരുന്നു. കഴിഞ്ഞ 31 ലാസ്റ്റ് ഫെബ്രുവരി 31 അല്ലേ? മാർച്ച് 31. അതെ. മോദിയല്ല, ചെയർമാനാണ്. ഇന്ത്യൻ ഓയിലിന്റെ അല്ലേ? ഇന്ത്യൻ ഓയിലിന്റെ ആളും പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ആളുണ്ടായിരുന്നു. കേന്ദ്രമല്ല, അഡ്മിനിസ്ട്രേറ്ററിന്റെ ആളല്ലേ?
ഇടയ്ക്ക് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അത് മറ്റേ BJP ഓഫീസ് BJPൻ്റെ ഓഫീസിൽ പറഞ്ഞാൽ വന്നല്ലോ. നിങ്ങൾക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. കുക്കു FM എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സമയമില്ല എന്ന സാഹചര്യത്തിൽ നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ പുസ്തകങ്ങൾ വായിപ്പിച്ച് കേൾപ്പിക്കും. കുക്കു FM-ൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മലയാളത്തിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷയിലും ഈ ഒരു കുക്കു FM അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് പുസ്തകം ആണ് ഇഷ്ടം ആ പുസ്തകം സെലക്ട് ചെയ്യുക. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ കുറേ നാളുകളായിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിന്നും ആണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ 1 year സബ്സ്ക്രിപ്ഷനിൽ നിന്നും 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു വർഷത്തേക്ക് 399 രൂപയാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടാനായി ഒരു കൂപ്പൺ കോഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. RIEPV54 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക, പുസ്തകം കേൾക്കുക. മലയാളം പറയേ. ഇവിടുത്തെ ഭാഷ സംസാരിച്ചേ മോളെ. നിങ്ങൾ സംസാരിച്ച് ഇവിടുത്തെ ഭാഷ, ലക്ഷദ്വീപത്തെ ഭാഷ സംസാരിക്കട്ടെ. ഇവിടുത്തെ സംസാരിച്ച് നിങ്ങൾ സംസാരിച്ച് നോക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിശേഷം പറയേ. കരയ്ക്കൊക്കെ വരാറുണ്ടോ? എന്താ കരയ്ക്ക് വരാത്ത? കൊക്കോട് വരാറുണ്ട്. കാശ്മീരൊക്കെ ട്രിപ്പ് പോയതാണോ? ജീപ്പ് നല്ല പ്രവർത്തിച്ചു വരണം. മാറി നിൽക്കൂ മാർക്ക് വണ്ടി നല്ല പ്രവർത്തിച്ചു. ഇതൊക്കെ അവിടെ നിന്ന് ചിരക്കെടുക്കാൻ വേണ്ടി പോണ വണ്ടികൾ ഉണ്ടാവും. അതിനെന്താ പറയാ? നമ്മുടെ ആ ചിരക്ക കൊണ്ടുവരണേന് ബാർജല്ല. ഓക്കെ ഞാൻ ഷിപ്പ് എന്നാ പറഞ്ഞ ബാർജ്. ഈ വെസലിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ പോണത് അതിലാണ്, വലിയ വെസല്ല. ഇനി പോവാൻ പോണത് സാധാ ബോട്ടിലോ? ജമ്പി ഉണ്ടാ പറഞ്ഞു. ഇവിടെ ജമ്പി ഉണ്ടോ? അങ്ങനെ ശരിയാ. ഇതില് നമ്മൾ ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് കയറിക്കണം നോക്കണല്ലേ. ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരത്തുള്ളൂ. ഓ അല്ല, ഇത് ശരിക്കും കയറി നശിക്കുമോ? വന്നിട്ട് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അകത്തുള്ള ചിലപ്പം ലൈവ് പൈപ്പല്ല, ഇതിൽ പെട്രോൾ ഇപ്പൊ നിൽക്കുന്ന ലൈവ് പൈപ്പ്. പെട്രോൾ ഉണ്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് കയറ്റി വിടുന്ന സമയത്ത് ഒരു മീറ്റർ ഉണ്ട്. അതിൽ അവർക്ക് ആ കറക്റ്റ് റീഡിങ് കിട്ടിയില്ലെങ്കിൽ ടാലി ആവത്തില്ല. ഇവിടുത്തെ കണക്കും അതൊന്നും തമ്മിൽ ടാലി. സ്റ്റോറുണ്ട്. പെട്രോളല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു 70,000 ലിറ്റർ എന്തുണ്ടെന്ന്. എത്ര ദിവസത്തേക്കുണ്ടൊക്കെ ഇവിടെ ദ്വീപിലേക്ക്? ഇപ്പൊ ഈ 15-ാം തീയതി തീരില്ല. ഈ പമ്പ് ഓപ്പൺ ആയപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പോകണ്ടല്ലേ? ഒരു ദിവസം എങ്ങനെ പോയാലും ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഡീസലാണ്. അതും ഇവിടുന്ന് തന്നെ ഡീസൽ പോകുന്നത്. 6000 ലിറ്റർ പെർ ഡേ എന്ന് പറഞ്ഞാൽ 6, 12, 18, 20, 35 ലിറ്റർ അടിപ്പിച്ച് പോകുന്നു ഒരു 35,000 ലിറ്റർ. അത് എത്ര ലിറ്റർ കപ്പാസിറ്റി ടാങ്ക്? ഏത് ആ ടാങ്ക് എത്ര ലിറ്റർ? അത് ഇവിടുന്ന് ടാങ്കറിൽ കൊണ്ടുപോകാം. അല്ല, അത് ആ ടാങ്കില് ഡീസലിന്റെ ഈ ടാങ്കോ? ആ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. 2-3 ലക്ഷം ലിറ്റർ ഉണ്ടാവില്ലേ? കൂടുതലുണ്ടാവില്ല. 8 ലക്ഷം ലിറ്റർ. 8 അല്ല 12 ഒരു ടാങ്ക്. പെട്രോൾ മാത്രം 12 ഉണ്ട്. മറ്റേ 14 ആണ്. ഇവിടെ കൂടുതൽ പോകുന്ന ഡീസലാണ്. ബോട്ട് രണ്ടാമത് ഇവര് ഇവിടെ വേറെ ഒരു തരത്തിനും പവർ ഇല്ലല്ലോ അല്ലേ? ഇവർക്കോ? പിള്ളേർക്ക് സ്കൂളിൽ പോകും. ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ പ്രത്യേകം ഇവര് വന്നിട്ട് രാത്രി 10 മണി ടു 2 മണി വരെയൊക്കെ ഇഷ്ടംപോലെ പേര് കാണും. കളിയും ഇവിടെ സ്ഥിരം മോർണിംഗിന് എണീക്കണ്ടേ? പിള്ളേർ കാണത്തില്ല. ആൾക്കാർ കളിക്കാനൊക്കെ പിള്ളേർ
ഈ പൈപ്പിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണ കാരണം കൊണ്ട് സെക്യൂരിറ്റി ചീത്ത പറയണതാട്ടാ. എത്ര ആൾക്കാർ ചാടി കാണുമല്ലേ, എത്ര ആൾക്കാർ ചാടി കാണുന്നു. ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പിന് കംപ്ലൈൻ്റ് ആണ്. അതിന് പൈപ്പിന് ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പെട്രോള് ഷിപ്പിൽ നിന്ന് പെട്രോൾ ഇറക്കാൻ പറ്റില്ല എന്നാണ് സെക്യൂരിറ്റി ചേട്ടൻ പറയണത്. ഇവിടെയുള്ളവർക്ക് വലിയ ഐഡിയ ഇല്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇതിലുള്ള പോകുന്നത്, അതുകൊണ്ടാ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പാർക്ക് കത്തിയില്ല എന്നല്ല ആള് പറയണത്, ഷിപ്പിൽ നിന്ന് പെട്രോൾ ഇറക്കില്ല എന്നാ. അത് ശരിയാണല്ലോ, തീ പിടിക്കില്ലോ അല്ലേ? ശരിയാണല്ലോ, തീ പിടിക്കില്ലേ? ഒരു ചായ കുടിക്കാം നമുക്ക് ഈ ദ്വീപിന്ന് അല്ലേ? ചേച്ചിമാരൊക്കെ ഇറങ്ങിയത് എന്നാട്ടാ. വെൽക്കം ടു കവരത്തി. ഇതാണ് കവരത്തി സിറ്റി ടൗൺ. രാത്രി കാഴ്ച. അല്ലേ കുറേ ബൈക്കുകളുണ്ടല്ലേ. പക്ഷേ ഏകദേശം സമയം 1:30. എത്ര സമയത്ത് കഴിഞ്ഞാൽ 1:30 12:45 അല്ലേ? ഇപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് നടക്കുന്നതാണ്ടില്ലേ? അതന്നെ. ഇവിടെയായിട്ടാണ് നമ്മുടെ അനാർക്കലി സിനിമയിൽ ഗാനമേള നടക്കുന്നത്. പക്ഷേ സ്റ്റേജ് ഇപ്പോൾ മാറ്റി. സ്റ്റേജ് ആദ്യം ഇവിടെ ആയിരുന്നു, ഇപ്പോൾ കാണുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ട് മാറ്റി. അതെന്തോ പെട്രോൾ പമ്പിൻ്റെ എന്തൊരു പണി വന്നപ്പോൾ മാറ്റി എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ തൊട്ടപ്പുറത്താണ് പെട്രോൾ പമ്പും അതുപോലെ പെട്രോൾ ശേഖരിച്ച് വയ്ക്കുന്ന വലിയ വലിയ ടാങ്കുകളുള്ളത്. ഉറങ്ങാം, നമ്മുടെ സ്പെഷ്യൽ കഴിക്കാം. എനിക്ക് പാൽ ചായ വേണം. നിനക്ക് എന്തിനാണ് കട്ടൻ ചായ വേണം? ചപ്പാത്തി 10 രൂപയുണ്ട്. അരിപ്പത്ത് അച്ഛൻ്റെ ഇവിടെ എന്തോ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. നാളികേരത്തിൻ്റെ ആണോ? ചമ്മന്തി. നാളികേരത്തിൻ്റെ ചമ്മന്തിയിലെ എനിക്ക് ഫിഷ് റോള് മതി. 2 ഫിഷ് റോള്. എനിക്കൊരു ചായ. നിനക്ക് എന്തിനാ വേണ്ടത് പറയും. ഞാൻ അവർക്ക് എന്താ വേണ്ടത് ചോദിച്ചെടുക്കാം. എന്താ വേണ്ട? ചായ മതിയാ? കഴിക്കാം. പറയേ, ഇവർക്ക് എന്തിനോ കഴിക്കേ. കഴിക്കേ. കുഴപ്പമില്ല, കഴിച്ചോ. എന്തിനു കഴിക്കാം? വാങ്ങട്ടെ. അതെ, കുഴപ്പമില്ല. ഏത് ഇവരെ കട? ആ, അവർ കൊടുക്ക്. ഇതല്ല ഒരെണ്ണം കൊടുക്കല്ലേ? വേറെ വാങ്ങിട്ട്. ആ, വിടന്നു അവളെ കടയാണത്. സമൂസ 10 രൂപ കൂടെ വെക്കും. 10 രൂപ കുഴപ്പമില്ല. ഇല്ല പുറത്തുനിന്ന് അതല്ല വേറെ എന്തിട്ടുള്ളേ? ഇല്ല, വേറെ ഇതുള്ളൂ. ഇതൊക്കെ സ്വീറ്റാ, കടിയൊക്കെയാ. അതപ്പുറത്തുള്ള ഇതൊക്കെ നമ്മളെ സമൂസ വേണം. പുറത്തേക്ക് സമൂസ ഇട്. സമൂസ ഒരു 10 വെച്ചോ. ടേസ്റ്റ് ഉണ്ടോ? ഫിഷ് കട്ട്ലേറ്റ് അത് കഴിച്ചാലോ? നല്ല വീണ
അടുത്തോ ആ ചായക്കൊണ്ട് 3 ചായ ഉണ്ട് ഇപ്പുറത്ത്. പിന്നെ രണ്ടു നോക്കട്ടെ. ആ ബ്രൂ ഒന്ന് നോക്കട്ടെ. കൊല്ലം അല്ല ഇത് കഴിച്ചതിൻ്റെ അടുത്ത് ആ ഞങ്ങളിവിടുത്തെ ചായയും കാപ്പിയും പിന്നെ ഇവിടുത്തെ മുട്ട പപ്സ് കേട്ടോ. ഞങ്ങളിവിടുത്തെ മുട്ട പപ്സ് പിന്നെ ഫിഷ് കട്ട്ലേറ്റ് പിന്നെ എന്താ ഫിഷ് ചുരുട്ടില്ല ഫിഷ് റോളാണ് ഫിഷ് റോൾ ഇതൊക്കെ കഴിച്ചു. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കുറേ പേര് വന്നിട്ട് ഇവിടെ ചായ കുടിക്കാൻ. നല്ല പെരുമാറ്റമാണ് ചായക്കടയിലാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും. അതായത് വീണ്ടും വീണ്ടും ആൾക്കാർ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പുലർച്ചെ 4 മണി വരെ ഇതവരെ തിരക്കുണ്ടാവുന്ന പോലെയാണ്. ഈ കാണുന്ന ചായക്കട ഇരിക്കുന്ന ചെറിയ ബ്രിഡ്ജ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പാലം പോലെ ബൈക്കൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഒരു ഒരു ഇത് കണ്ടില്ലേ, ഒരു സ്റ്റെപ്പ് പോലെ. ഇവിടം വരെയാണ് പണ്ട് ഷിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇതൊക്കെ പണിതത്. ഇതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഷിപ്പും ബോട്ടൊക്കെ വന്ന് നിൽക്കുന്നത് ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു. അതിൻ്റെ പാലാണ് അതൊക്കെ കാണുന്നത്, ബൈക്കൊക്കെ ഇരിക്കുന്നത്. പിന്നെയാണത് ഈ കാണുന്നതൊക്കെ പണിതതും ഈ ജെട്ടിയൊക്കെ പണിതതും. പണ്ടത്തെ ചെറിയ ജെട്ടിയാണ് ശരിക്കത്. കാലക്രമേണ ഇത് വലുതാക്കി കൊണ്ടുവന്നതാണ്. അല്ല ഇത് പുതിയ കടയാണോ? പുതിയ കടയാ? ഇല്ലല്ല, ഇത് സെൽഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കടയാണ്. ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അവർക്ക് വേണ്ടി 3 മാസം ഒരു ടീമിന് കൊടുക്കും. ഓ അവർ സ്വയം നടത്തുന്നതല്ലേ? ഇല്ലല്ല, ഇതിപ്പോ ഉണ്ടാക്കിയതാണ് ഈ ഷെഡ്. നമ്മുടെ അവിടെ കുടുംബശ്രീ ഒക്കെ പോലെ ഉണ്ട്. നമ്മുടെ അവിടെ കുടുംബശ്രീ ആണെങ്കിൽ ഇവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആണ്. അതും പുതിയ ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് പിടിക്കാൻ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ വരും. സെൻട്രൽ ഗവൺമെന്റ് അല്ല ഞങ്ങൾ. അവിടെ പയ്യന്മാരല്ലേ? ഫാമിലി ഉണ്ടോ? റിലാക്സ് ഉണ്ടോ പിള്ളേരൊക്കെ? കൊറോണയ്ക്ക് ഇവിടെ എങ്ങനെയായിരുന്നു? കൊറോണയ്ക്ക് നല്ല ബന്ധത്തിൽ വീട്ടിൽ തന്നെയാണ്. പുറപ്പെടാൻ ഇവിടെയും പുറത്തേക്കൊന്നും പറ്റില്ലല്ലേ? ലോക്ക്ഡൗൺ തന്നെയായിരുന്നു അല്ലേ? ഇവിടെ തന്നെ അങ്ങനെ ആൾക്കാർക്ക് കൊറോണ വന്നിരുന്നോ? എല്ലാവർക്കും വന്നില്ല. ഏതാ വന്നിരുന്നത്? വെസ്റ്റ് സെക്കൻഡ്? അതെ. ഞങ്ങളുടെ ഫെസ്റ്റ് വലിയ കുഴപ്പമുണ്ടായി. അപ്പോ ഡെൽറ്റ വേർഷൻ വന്ന് ഞങ്ങളുടെ ഡെൽറ്റ ഞങ്ങളുടെ ഇല്ലായിരുന്നല്ലോ. ആ അവിടെ എല്ലാ ഓഫീസിലും 100% അടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ സെക്കൻഡ് ഡോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാ ഒന്ന് നടന്നു വെറുതെ? ഫ്രീ അല്ലായിരുന്നോ വാക്സിനൊക്കെ? ഫ്രീ അല്ലായിരുന്നോ? ഞങ്ങളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിലൊക്കെ ഫ്രീ ആയിരുന്നു. പക്ഷേ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ തിരക്കൊക്കെ മാറിയപ്പോൾ പിന്നെ വെറുതെ വിളിച്ചു കൊടുക്കുമായിരുന്നു. ആരെങ്കിലും വാക്സിൻ എടുക്കണ്ടോ, ആരെങ്കിലും വാക്സിൻ എടുക്കണ്ടോ, അങ്ങനെയായിരുന്നു. എത്ര മണിക്ക് പോട്ട്? 3:30 ആ. ഇവിടെ ചായക്കടയിൽ ചായ കുടിച്ച് കണക്ക് കൂട്ടുന്ന കേട്ടാ. അല്ലൊന്നുമില്ല, അവരെ ഫുഡിന്റെ കാര്യമൊക്കെ വളരെ മോശമാണ്. അതെ, മറ്റുള്ള ദ്വീപുകളിലൊക്കെ ഫുഡൊന്നും കിട്ടും. വേറെ കുറെ ആൾക്ക് പറഞ്ഞത് മറ്റേ വേറെ കുറെ ദ്വീപിലൊക്കെ കുറെ കാണാനൊക്കെ ബംഗാരം ലൊക്കേഷൻ കാണാൻ പറ്റും. ലൊക്കേഷൻ പറഞ്ഞാലും ഓക്കെ. ഫുഡിന് എപ്പോഴും ഇവിടുത്തെ കഴിഞ്ഞേ ഉള്ളൂ, കൊച്ചി ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ ഇഷ്ടമായി എല്ലാവരും. ഞങ്ങൾക്ക് മറ്റേ പറ്റണത് ഭക്ഷണമാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ. കിട്ടുന്ന ഫുഡ് കിട്ടും, ചോറ് കിട്ടും, പിന്നെ പൊറോട്ട കിട്ടും. താമസിക്കാനും കുഴപ്പമില്ല, നല്ല റൂമൊക്കെ തന്നെ ഇവിടെ ലോഡിയിൽ നല്ല റൂം.
ഇവിടെ ലോഡ്ജിലൊക്കെ റെന്റ് 500 രൂപ. 500 രൂപ അല്ലേ എ സി? ഇല്ല, എ സിക്ക് 1500 രൂപ. ആ എ സി. പിന്നെ നോൺ എ സിക്ക് 500 രൂപ, 450 രൂപ ഒക്കെ വരും. ഞങ്ങൾ എടുത്തിരിക്കുന്നത് വലിയ 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം ഉള്ള വലുതല്ലേ അതിൽ അറ്റലുണ്ട്. 2 എ സി. 90,000 ഉണ്ട് തോന്നണം അവിടെ ഒരു ദിവസം. അതുണ്ട്. പിന്നെ അത് ടൂറിസ്റ്റ് അല്ലേ, ടൂറിസ്റ്റ് റേറ്റ് കൂടുതലാണ്. റേറ്റ് കൂടുതൽ. പിന്നെ ഒന്നാമത് ടൂറിസ്റ്റിന്റെ ഒരു ആ രീതി, അവരൊക്കെ ഒരു രീതി ഉണ്ടല്ലോ. പിന്നെ ഞങ്ങള് മറ്റേ ഈ അഗതി വരെയുള്ള അല്ല ചിലവ് മറ്റേ ഈ വെസലിൽ പോണതും വരണതും നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവരണതും ഒക്കെ നമ്മള് ഫ്ലൈറ്റിൽ വരണ മാത്രമേ വേണ്ടോ. അവിടെ നിന്ന് അഗതിയിൽ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവിടുത്തെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഭക്ഷണം. തിരിച്ചു പോകുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാവും. അതുണ്ട്. നമ്മളിപ്പോ പുറത്ത് രാജ്യം വിട്ട് പുറത്ത് പോയാലും ഇതേപോലത്തെ ഒരു കമ്പനി നമുക്ക് പൈസ അടച്ച് നമ്മൾ അങ്ങനത്തെ ഇങ്ങോട്ട് നമുക്ക് ഭക്ഷണം കാരണം വരുന്ന എല്ലാം എല്ലാം തരും. നമുക്കിപ്പോൾ കടലിൽ കുളിക്കണമെങ്കിൽ എല്ലാം ഒരു സേഫ്റ്റി തരും. നമുക്ക് കടലിൽ കുളിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഉണ്ടെങ്കിൽ കുളിച്ചാൽ മതി. അപ്പോൾ സേഫ്റ്റി തരും. അത് കുഴപ്പമൊന്നുമില്ല അവിടെ. ഇനി ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓരോ ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനി. അപ്പൊ ഇനി ഞങ്ങൾക്ക് പെർമിറ്റ് എടുത്ത് ഞങ്ങൾക്ക് വരാമല്ലോ. ഇവിടെ ഒരു മാഷ് ഉണ്ടായിരുന്നു, ഒരു കോഴിക്കോട്ടുള്ള ഒരു മാഷ് വൈകുന്നേരം വരുന്നുണ്ട്. മാഷ് ഇപ്പോൾ ഒരു മാസത്തേക്ക് വന്നതാണ്. മാഷ് പറയുന്നത് നല്ല ആളുകളാണ്, നല്ല കൊള്ളാം. കോഴിക്കോടും ഇതൊക്കെ ഏകദേശം ഒരേപോലെ അല്ലേ? കോഴിക്കോട് ഇത്രയില്ലേ, ഒന്നുകൂടി നന്നായി. കോഴിക്കോട് നല്ല മനുഷ്യന്മാരല്ലേ? അതേപോലെ തന്നെയാ നോമ്പ് സീസണിൽ രാത്രി ബീച്ച്, വലിയ ബീച്ചല്ലേ കോഴിക്കോട്. ബീച്ച് നിറയെ ആൾക്കാരും ഇതേപോലെ തന്നെ ഭക്ഷണം. ഭക്ഷണത്തിന്റെ മെയിൻ സ്ഥലമാണ് കോഴിക്കോട്. ബീച്ചിൽ നിങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് വന്നില്ല? ഞങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ വന്നില്ല. ഞാനവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളല്ലേ പെട്രോൾ ഓഫാക്കി അതന്നെ ഞങ്ങള് ഇല്ല, അതല്ല നിങ്ങൾ ഇതിൻ്റെ ഓട്ടിക്കണം പറഞ്ഞിട്ട് അത് ഓഫാക്കി. അല്ല, പിന്നെ അവര് സമ്മതിച്ചു. പിന്നെ കമ്പനിയായി അവരായിട്ട്. അവരെല്ലാരും ഇപ്പൊ കമ്പനിയാണ്. ഇക്കനെ കാണൂട്ടെ ഞങ്ങളുടെ യൂട്യൂബില്. ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. ഞങ്ങൾക്ക് മെമ്മറി കുറെ കാലം കഴിഞ്ഞാൽ ഇവിടെ വലുതാകുമ്പോൾ എടുത്ത് നോക്കാമല്ലോ. കുട്ടികൾ വലുതാകുമ്പോൾ ഞങ്ങളെ മേലെ നടക്കട്ടെ. ഓക്കെ, ബൈ ബൈ ബൈ. പിടിക്കണോ നീ? പേഴ്സന്റെ പോക്കറ്റിൽ ആണോ? അങ്ങനെ ചായക്കടയിൽ നിന്ന് യാത്ര പറഞ്ഞ് നടക്കല്ലേ, റൂമിലേക്ക് നടക്കല്ലേ? കളി കഴിഞ്ഞിട്ടില്ല. സമയം എത്രയായി മോനെ? ചേട്ടാ സമയം എത്രയായി? മൊബൈൽ എടുത്തില്ല. ചെറിയ കുട്ടികളാന്നാലും 1:45. 1:45 സമയത്ത് ഫുട്ബോൾ കളി രാത്രി. ചെറിയ പിള്ളേരായിട്ടൊക്കെ ഇവിടെ വേറെ കളിക്കുന്നുണ്ട്. അപ്പുറത്ത് ഷട്ടിൽ അല്ല, അവിടെ മറ്റേ വോളിബോൾ അല്ല, വോളിബോൾ കളിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ചെറിയ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ പിള്ളേർ, 3 വയസ്സുള്ളവരൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറേ ചേട്ടന്മാർ വെറുതെ സൊറ പറയാൻ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങളെന്നാ പൊക്കോട്ടെ, പിന്നെ കാണാം. ഓക്കെ, ഞങ്ങൾ 6 മണിക്ക് എണീക്കണം. 6 മണിക്ക് ഇവിടെ നിന്ന് എത്ര മണിക്ക്? 8 മണിക്കോ? ഇവിടുന്ന് 7 മണിക്ക്. കാറ്റടിക്കാതെ അകത്തോട്ട് നല്ല കാറ്റോ? ഇവിടെ വന്നിട്ട് വലിയ എക്സ്പീരിയൻസ് അല്ലേ? കുറെ കഴിയുമ്പോൾ ഞാൻ പോകും. അത് ശരിയല്ല. ഒന്നീ ചൂടും ഇല്ലെങ്കിൽ തണുപ്പാണ്. ഇത് ഉച്ചയ്ക്ക് ചൂടും വൈകുന്നേരം തണുപ്പ് പോയാൽ ശരിയാവും. കാലാവസ്ഥ നിങ്ങളെ നേരെ കേന്ദ്രത്തിൽ വിളിക്കും. നീങ്ങലോ? ഞങ്ങളൊന്ന് നീങ്ങട്ടെ. ഗാന്ധിജീനെ ഒന്ന് എടുത്തിട്ട് അങ്ങനെ നടന്നു പോകും. ഓക്കെ, ശരി കേട്ടോ. എൻ്റെ ചാനലിൻ്റെ പേര് GK വ്ളോഗ് എന്നാ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. നമ്പർ തരാം. ഈ കാണുന്നത് വലിയൊരു ഹാളാണ് കേട്ടോ. കുറെ കാണിച്ചതാ. വീണ്ടും ഇതിനെ കാണിക്കുന്നത് ഞങ്ങൾ.
ആ അവിടെ നോക്കി രാത്രി റൈഡിങ് കാണില്ലേ ഒരാൾ. നമുക്കിവിടെ മഹാത്മാഗാന്ധിജിൻ്റെ പുതിയൊരു പ്രതിമ പോകുന്നുണ്ട്. പുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൊല്ലത്തിനുള്ളിൽ വന്നു പറയണം. നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് ഈ ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഈ മഹാത്മാഗാന്ധിജിൻ്റെ പുതിയ പ്രതിമ. 2021 10-ാം മാസം 2-ാം തീയതി കവരത്തിയിൽ വന്ന മഹാത്മാഗാന്ധിജിൻ്റെ പ്രതിമ കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ്. പിന്നെ 1.5 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഇത് പണിതെന്നാണ് ഇവിടെയുള്ളവർ പറയണത്. ഇതിൻ്റെ നേരെയാണ് ജെട്ടി, നമ്മുടെ കവരത്തേക്ക് വരുന്ന ജെട്ടി. കവരത്തി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നിട്ട് തന്നെ ഒരു ക്രാഫ്റ്റിൻ്റെ, അത് നമ്മുടെ ലക്ഷദ്വീപിൻ്റെതായ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുണ്ട് കേട്ടോ. അച്ചാറ്, അതുപോലെ ഗ്ലാസ്, ക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അച്ചാറാണ് കൂടുതൽ, പിന്നെ ചെറിയ ചെറിയ ഷിപ്പുകൾ. അത് വേണമെന്നുണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് തുറന്നിട്ട് തരാമെന്ന് പറയണേ. ചോദിച്ചൊക്കെ റേറ്റ് എത്രയാണ്. കവരത്തി പഞ്ചായത്ത് ഓഫീസിൻ്റെ രാത്രി കാഴ്ചകൾ. ശരി ശരി, താങ്ക് യു കേട്ടോ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റിൻ്റെ ഷോപ്പ് 2 മണി ഏകദേശം തുറന്നിരിക്കട്ടോ. അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു 10-25 രൂപ എന്നൊക്കെ പറഞ്ഞേക്ക് വരട്ടില്ല. അച്ചാറിനൊക്കെ എന്തല്ല 50 രൂപ. ഇതെത്തല്ലേ അമ്മ? അങ്ങനെ അച്ചാറ്. ഇത് ഏത് ഫിഷാ? ടൂണേനെയാ? ആ ചൂര. $80 രൂപ അല്ലേ ഞങ്ങൾക്ക്? ഏകദേശം ഒരു വില ഇട്ടൂടെ? അല്ല, ആളെ വിളിച്ച് ചോദിച്ച ആള് പറഞ്ഞില്ലേ? നാളെ കാലത്ത് പോകും, 7 മണിക്ക് പോകും. ഞങ്ങളതിന് 6 മണിക്ക് കഴിച്ചിട്ട് നേരെ അതിൽ കയറി പോകും. അല്ല, ഇതിന് വേണ്ടിട്ട് തന്നെ കുറേ കടന്ന് നടന്നു. നല്ല നല്ല രസമായിട്ടുള്ള ക്രാഫ്റ്റ് വന്നത്. ഷിപ്പിന്റെ മോഡല്. ഈ മീമില്ലേ, ഇതിനെത്രയും ചോദിച്ചോ? ആ, ഇതിനെത്രയും ചോദിച്ചു. പിന്നെ വിലയിടാത്ത വല്ലതുണ്ടോ? ഏതാ? കുറേ സാധനങ്ങൾക്കൊന്നും വില ഇട്ടിട്ടില്ല കേട്ടോ. അതുകാരണം കൊണ്ടാണ് ഇത് ചോദിക്കാൻ പോയി. പിന്നെ ചെറിയ ഷിപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങൾ. അത് അച്ചാറ് 250 ഗ്രാമാണോ അതോ? ഞങ്ങളുടെ ഈ ഇങ്ങനത്തെ ഒരു മീനുകൾ കേട്ടോ വാങ്ങണത്. അതിൽ 100 രൂപ പറഞ്ഞു. ലാസ്റ്റ് എത്രയ്ക്ക് തരാൻ പറഞ്ഞു? 60 രൂപ. 60 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് 60 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ പയ്യനാണ്. പേരെന്താ ചേട്ടാ? അനസേട്ടൻ പറഞ്ഞു. അനസ് പയ്യൻ പറഞ്ഞു ഞങ്ങൾക്ക് 60 രൂപയ്ക്ക് തരാമെന്ന്. പിന്നെ തോണി എത്രയാ? ഓ, 500 രൂപയ്ക്ക് അവിടെ മറ്റേ വലിയ ബോട്ട് കൊണ്ടുള്ളൂ, ഗ്ലാസ് ബോട്ട് അല്ലേ? 500 രൂപയ്ക്ക് ഒറിജിനൽ ബോട്ട് തരാമെന്ന് പറഞ്ഞ എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്താ. ഈ ചുണ്ടൻ വെള്ളത്തിന് എത്ര? 770 അല്ലേ? 750. 1000. ഇതിന് 1000. ഇതാ ഇത് ഇവിടുത്തെ നിങ്ങളുടെ 350. ഇത് ഇവരുടെ പരമ്പരാഗത ബോട്ടാ. പരമ്പരാഗത ബോട്ട്. ഇതോ? ഇതെത്രയാ? 500 രൂപ. അതിന് ഡിസ്കൗണ്ട് ചെയ്യോ? ഇല്ല.
വേറെ എന്താ നല്ല സ്പെഷ്യൽ സാധനം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചായക്കപ്പ് എത്രയാ? ഈ വെന്ത വെളിച്ചെണ്ണയ്ക്ക് എത്രയാ? 50 രൂപ. ഈ ഫിഷിന് എത്രയാ? 500 രൂപ. ഡോൾഫിൻ 500 രൂപ. ഡോൾഫിൻ നന്നായിട്ടുണ്ടല്ലേ? അപ്പോൾ ബോർഡ് ബീൻ്റെ ആളെ വേഗം വാങ്ങി നമുക്ക് വേഗം പാക്ക് ചെയ്യാം. എന്താ വേണ്ട വെച്ചാൽ തീരുമാനമാക്കിയോ? ഈ കാണുന്നത് ഒരു മുട്ടിപ്പര കേട്ടാ. മുട്ടിപ്പര നമ്മൾ 5 6 അതൊക്കെ എടുത്തോ. ഇരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ ഉപയോഗിക്കുന്ന ഒരു പലകയാണ്. പലക മുട്ടിപ്പര എന്നൊക്കെ നമ്മളിവിടെ പറയുള്ളൂ. ഇത് 300 രൂപ. ഇത് ഞങ്ങൾക്ക് വാങ്ങിയാൽ ഞങ്ങൾക്ക് അതിൽ ഫ്ലൈറ്റിൽ വരുന്ന കാരണം കൊണ്ട് കൊണ്ടുവരൽ നടക്കില്ല. അങ്ങനത്തെ കുറേ പലകളുണ്ട് കഴിയും. പിന്നെ നമുക്ക് പിന്നെ ഇത് നമ്മളെന്ത് നോക്കണം പറഞ്ഞോ? ലക്ഷദ്വീപിൽ എന്നിട്ട് ആര് ചേർക്കാനാ അല്ലേ? ഇവിടെ ഇത്രയും കാശൊക്കെ വെച്ചിട്ട് ധൈര്യത്തിൽ കടടയ്ക്കാണല്ലോ പോവാ അല്ലേ? അതന്നെ. ഇവിടെ നിന്നൊരു കള്ളന്മാർ പോലും വരില്ല. നമ്മളെ നാടൊക്കെ ആവണം. 10 രൂപ കുത്തി പിടിച്ചെടുക്കും. അതന്നെ ATM കൗണ്ടർ വരെ ഞങ്ങളുടെ അപ്പോൾ നമുക്ക് പോവാം. വേറെ എന്താ? അച്ചാറ് വേണ്ട, അത് വാങ്ങിച്ചോ. ഫിഷിൻ്റെ ഒരു 6 വാങ്ങിച്ചു. പിന്നെ ഇപ്പം എന്താ വേറെ ഒന്നുമില്ല വാങ്ങാൻ. അപ്പോൾ താങ്ക് യു മോനെ. ആ മറ്റുള്ള എൻ്റെ വിലയൊന്നും ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിയാലേ. പിന്നെ ഷിപ്പിനൊക്കെ ഭയങ്കര റേറ്റല്ല പറയണേ അല്ലേ? ഇഷ്ടമായിട്ടൊരു ഓക്കെ മോനെ, താങ്ക് യു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കരകൗശല വസ്തുക്കൾ തപ്പി പഞ്ചായത്തിൻ്റെ കടയിൽ തന്നെ വാങ്ങിച്ചു കേട്ടോ. അത് രാത്രി 2 മണിക്ക്. ലക്ഷദ്വീപിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ രാത്രി ഈ വഴിക്ക് പോയിട്ട് കിടന്നാൽ പോരെ? ആ ഇരുട്ടത് പോണോ? അപ്പോൾ രാത്രി 2 മണിയായി. 2 മണിക്കാണ് ഇവിടുത്തെ ഷോപ്പൊക്കെ തുറന്ന സാധനം തന്നെ. അത് പഞ്ചായത്തിൻ്റെ. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുക. നമ്മുടെ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് നമ്മുടെ ഈ കവരത്തിൻ്റെ അവിടെ നിന്ന് എൻട്രൻസിന് അവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഈ ഡിസ്പ്ലേയിൽ കാണാം. മറ്റേ ടിക്കറ്റും ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ഷിപ്പല്ല, വെസലിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് ഇവിടെ നിന്നാണ് ക്യാൻസലാണെന്നൊക്കെ അറിയുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കവരത്തി, കടമത്ത്, ഏതൊക്കെയോ ദ്വീപിൻ്റെ പേര് ഇതിൻ്റെ അല്ലേ? ആന്ധ്രോത്ത്, കൽപ്പേനി. ഏതൊക്കെ കാലിലെടുക്കും അല്ലേ? ഓ കൽപ്പേനില്ല. നമുക്ക് ആ കതിക്കല്ലേ പോണ്ടേ? ഡിസ്പ്ലേയിൽ അറിയാം കേട്ടോ എല്ലാ ഷിപ്പിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും. ഷിപ്പല്ല, ആ ചിത്രത്തിൽ കാണുന്നുണ്ട് അതന്നെ. ബസ്സിൽ എല്ലാ കാര്യങ്ങളോടും അറിയാം. പോവാം. ഇവിടെ ഞങ്ങളെ ഒരു കുറ്റിക്കാട്ട് കൂടി നടക്കണേ. കുറ്റിക്കാട് എന്ന് പറഞ്ഞാൽ വഴിയുണ്ട് കേട്ടോ. ഇവിടെ നിറയെ ചെടികൾ അപ്പുറത്ത് തീരിട്ടത് കാണാനൊന്നുമില്ല. പക്ഷെ ഇവിടെ നടക്കുമ്പോൾ ഒരു ധൈര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ പാമ്പോ ഉഗ്രജീവികളോ ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. പാമ്പ് കടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. വല്ലാത്തൊരു ധൈര്യമായത്. നമ്മളവിടെ അതന്നെ ചെടീൻ്റെ ഇടയിലുണ്ടാവും പാമ്പ്. ഇവിടെ പാമ്പുമില്ല, ഒന്നുമില്ല. പേടിക്കേണ്ട ജീവികളൊന്നുമില്ല. മനുഷ്യരും പേടിക്കണ്ട ഇവിടുത്തെ. അങ്ങനെ നടന്ന് തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. അപ്പോൾ ഒരു ചെറിയൊരു വാക്കിങ് ഇഷ്ടമായ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായ ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തോളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ.